ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് നോക്കുന്നത് BA പൊളിറ്റിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ എമേർജിംഗ് ഇന്ത്യൻ എക്കണോമി. This lesson deals with emerging Indian economy. It outlines the conditions favored the high rate of economic growth and factors behind the favorable emerging markets in India. ഇന്ത്യയിൽ ഇപ്പോൾ പുതുതായിട്ട് എമേർജ് ചെയ്യുന്ന ഫേവറബിൾ ആയിട്ടുള്ള മാർക്കറ്റുകളെ കുറിച്ചും സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമാകുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ റോൾ ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റും, അതായത് ഇന്ത്യക്ക് ഗ്രോത്ത് ഉണ്ടാവാൻ, സാമ്പത്തികപരമായിട്ട് വളർച്ച സംഭവിക്കാനായിട്ട് നമ്മുടെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനും ഒരു ചുമതലയുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെയും കൈകടത്തലിൻ്റെ കാരണമാണ് നമുക്ക് ഇങ്ങനൊരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായത്. സോ ഇന്ത്യൻ എക്കണോമിക് സിനാരിയോ പറയാം. പണ്ട് കാലം മുതൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വരെ നമ്മൾ എങ്ങനെയാണ് ഇന്ത്യൻ എക്കണോമി മുന്നോട്ട് പോയത്. India's rate of economic growth after the 1991 reforms were instituted reached a remarkable 7% for 3 consecutive years from 1994 to 1997. 1994 മുതൽ 97 വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം ഒരു 7-8% നമുക്ക് റിഫോംസിന്റെ ബേസിസിൽ ഇന്ത്യക്ക് എക്കണോമിക് ഗ്രോത്ത് റേറ്റ് എപ്പോഴും ഉയർന്നുകൊണ്ടേയിരുന്നു. Despite a drop in investment commitments of $6.2 billion in 2013, India has figured in top 5 emerging economies for highest investment commitments in the private sector, infrastructure sector, energy, transport and water according to the World Bank report. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 1994-97 കാലഘട്ടത്തിൽ ഏകദേശം 7% എക്കണോമിക് ഗ്രോത്ത് റേറ്റ് ആണ് ഇന്ത്യ കാഴ്ചവെച്ചത്. അപ്പോൾ ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സും കമ്മിറ്റ്മെന്റ്സും കുറവായിരുന്നു. പക്ഷെ 2013 കാലഘട്ടം എത്തിയപ്പോഴേക്കും ഏകദേശം ഇൻവെസ്റ്റ്മെന്റിന്റെ റേറ്റ് കൂടുതൽ ഒരു 6.2 ബില്യൺ റേറ്റോളം വന്നപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളുടെ പോലെ തന്നെ എമേർജിംഗ് എക്കണോമി ആയിട്ട് ടോപ്പ് 5 ലെവലിലോട്ട് എത്തിച്ചേരുന്നു. അതായത് പ്രൈവറ്റ് സെക്ടർ, ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ, എനർജി, ട്രാൻസ്പോർട്ട്, വാട്ടർ ഇങ്ങനെയുള്ള ഫീൽഡിലെല്ലാം എമേർജിംഗ് എക്കണോമീസിന്റെ ഒപ്പം നിൽക്കാൻ, സ്റ്റാൻഡ് ഓൺ ചെയ്യാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചുകൊണ്ട് വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ടിൽ ഇന്ത്യ 5ാം സ്ഥാനത്തായിരുന്നു എമേർജിംഗ് എക്കണോമിയിൽ. അവർ അപ്ഡേറ്റ് റിവീൽസ് ദാറ്റ് ദ ടോപ്പ് 5 countries with the highest level investment commitments in 2014 are Brazil, Turkey, Peru, Colombia and India. അപ്പോൾ 5 എമേർജിംഗ് എക്കണോമീസ് ആണ് ഈ പറഞ്ഞ ടോപ്പ് 11 ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റ്മെന്റ്സിൽ ഏറ്റവും 5 രാജ്യങ്ങളുടെ ടോപ്പിൽ നിന്നതാണ് നമ്മുടെ ഇന്ത്യയും. And Z. Cleva Harris, Practice Manager, Public Private Partnership, World Bank. വേൾഡ് ബാങ്ക് ഗ്രൂപ്പിലുള്ള ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മാനേജർ പറഞ്ഞ വാക്കുകളാണിത്. These 5 countries together attracted $78 billion, representing 73% of the investment commitments in the developing world in 2014. അപ്പോൾ 2014 സമയത്ത് 78 ബില്യണോളം USD അട്രാക്ട് ചെയ്യപ്പെട്ട, അതിൽ നിന്നും 73% ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റ്മെന്റ്സ് നേടിയെടുത്ത 5 രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. According to the World Bank, total infrastructure investment in 139 emerging economies for projects with private participation in the energy, transport, water sectors rose to $107.5 billion in 2014. അപ്പോൾ വേൾഡ് ബാങ്കിന്റെ ആ ഒരു റിപ്പോർട്ട് പ്രകാരം ടോട്ടൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് 139 ആയി മാറി. അതിലും നമ്മുടെ ഇന്ത്യ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി ഫാക്ടേഴ്സ് ബിഹൈൻഡ് ദ ഫേവറബിൾ എമേർജിംഗ് മാർക്കറ്റ്സ് ഇൻ ഇന്ത്യ. എന്ത് ഫാക്ടേഴ്സിന്റെ കാരണം കൊണ്ടാണ് നമ്മുടെ ഇന്ത്യ എമേർജിംഗ് മാർക്കറ്റിൽ ടോപ്പ് 5 എത്തിച്ചേർന്നത്? മെയിൻ ഫാക്ടേഴ്സ് ബിഹൈൻഡ് ദിസ് ബൂമിംഗ് എമേർജിംഗ് മാർക്കറ്റ് ആർ ദ എക്കണോമിക് ലിബറലൈസേഷൻ and the private competition market, the high standard of living and per capita income, the development of medical facilities and infrastructure, the increase in foreign investment and so on.
പല മേഖലകളിലും ഇന്ത്യക്ക് ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ സാധിച്ചതിന്റെ കാരണം കൊണ്ടാണ് ഇന്ന് നമ്മുടെ ഇന്ത്യ ബൂമിംഗ് എമർജിംഗ് മാർക്കറ്റ് സിറ്റുവേഷൻ ക്രൈറ്റീരിയയിൽ ടോപ്പ് 5 ഉൾപ്പെട്ടത്. അതിൽ ഒരു ഫാക്ടർ എക്കണോമിക് ലിബറലൈസേഷൻ ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. മാർക്കറ്റിലെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നിലനിർത്താനും സാമ്പത്തികപരമായിട്ട് ലിബറലൈസ്ഡ് ആവാനും ഇന്ത്യക്ക് സാധിച്ചു. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും പെർ ക്യാപിറ്റ ഇൻകവും കൂടി. മെഡിക്കൽ ഫെസിലിറ്റീസും ഇൻഫ്രാസ്ട്രക്ചറും ഡെവലപ്പ് ചെയ്തു. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കൂടി. ഇത്രയും റീസൺസ് മാത്രമല്ല, ഇനിയും അധികം റീസൺസ് ഉണ്ട്. പക്ഷെ ഈ മെയിൻ റീസൺസിന്റെ മെയിൻ കാരണം കൊണ്ടാണ് ഫേവറബിൾ ആയിട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന് മുന്നോട്ട് ഉദിക്കാനായിട്ട് സാധിച്ചത്. Over the few years, there has been a significant growth of Indian market, which has resulted in the high domestic product. അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിലും വർധനവ് ഉണ്ടാകാൻ സാധിച്ചതിന്റെ റീസൺ ഇത് തന്നെയാണ്. ആവറേജ് ആനുവൽ ഗ്രോത്ത് റേറ്റ് റേഞ്ചസ് ഫ്രം 6 to 7%. ഏകദേശം 6 മുതൽ 7% വരെയാണ് ആനുവൽ ആയിട്ടുള്ള ഗ്രോത്ത് റേറ്റ് രേഖപ്പെടുത്തുന്നത്. ഗ്രോത്ത് റേറ്റ് ഓഫ് GDP എന്ന് പറയുന്നത് 6.7 ആണ് 2008-9 കാലഘട്ടത്തിൽ. But today, to complement the rapid pace of economic growth, the service sector contribute around 54% of the annual domestic product. അപ്പോൾ GDP റേറ്റിലോട്ട് ഏകദേശം ഇന്നത്തെ ഒരു റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത് വെച്ച് നോക്കുമ്പോൾ സർവീസ് സെക്ടർ തന്നെ 54% കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ട്. ഇനി ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് എമർജിംഗ് മാർക്കറ്റ് ഇന്ത്യ. Increase in foreign investment has also cast a favorable effect on the emerging market in India. ഇൻവെസ്റ്റ്മെന്റിൽ വർധനവ് സംഭവിച്ചതും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യാൻ ഒരു കാരണമായിട്ടുണ്ട്. അതാണ് FII, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ വർദ്ധിച്ചതോടുകൂടി നമുക്ക് ഡിമാൻഡ് കൂടുകയും അതേപോലെ തന്നെ ഡെവലപ്പിംഗിന്റെയും ഗ്രോത്തിന്റെയും കാര്യങ്ങൾ പെട്ടെന്ന് ബൂമിംഗ് സ്റ്റേജിലോട്ട് എത്തിച്ചേരാനും സാധിച്ചു. ഗ്ലോബൽ ഗ്രോത്ത് ആൻഡ് ട്രേഡ് റിലേഷൻസും ഇതിന് കാരണമാണ്. ഇനി ട്രേഡ് റിലേഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം 6.5%ഓളം 2011-12 റിപ്പോർട്ടിൽ ഇന്ത്യൻ എക്കണോമി 6.5% ഗ്രോത്ത് റേറ്റ് ആണ് കാഴ്ചവെച്ചത്. അപ്പൊ ഈ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഓൾ ഇൻ റോൾ ആണ്. അതായത് അഗ്രികൾച്ചർ സെക്ടറിലും ഇൻഫ്രാസ്ട്രക്ചറിലും അതേപോലെ തന്നെ നമ്മുടെ സർവീസ് സെക്ടറിനെയും കൂടി ഗ്രോത്ത് ആണ് ഇതിൽ കാണിച്ചത്. അപ്പൊ ഈ ഒരു ഗ്രാഫ് ഓഫ് ഡീറ്റെയിൽസ് നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മതി. ഇൻഫർമേഷൻസ് ഞാൻ അതിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇന്റർനാഷണൽ ട്രേഡിംഗ് സർവീസസ്, ഗ്ലോബൽ എക്സ്പോർട്ട് ഓഫ് സർവീസസ് ഹാവ് ഷോൺ കൺസിസ്റ്റന്റ് റൈസ് ഇൻ 2000 ഡെക്കേഡ്സ്. അതായത് 2000 കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ 2000-ൽ എല്ലാത്തിലും ഗ്ലോബൽ ആയിട്ടുള്ള എക്സ്പോർട്ട് സർവീസസും കൺസിസ്റ്റന്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്തേക്കാണ്. അതായത് 9.5%ഓളം ഉയർച്ചയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇനി ട്രേഡ് റിലേഷൻഷിപ്പ് കൂടുന്നതിന്റെ അനുസൃതമായിട്ട് സർവീസ് സെക്ടറിലും ഇംപ്രൂവ്മെന്റ് സംഭവിച്ചിട്ടുണ്ട്. അത് ഓഗസ്റ്റ്-ജൂലൈ സീസൺ 2012 നമ്മുടെ സർവീസ് ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ 1.3 ആയിരുന്നു. അതായത് നെഗറ്റീവ് ആയിരുന്നത് ഏകദേശം 1.3%ഓളം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ കണ്ടിട്ടില്ല. പിന്നെയുള്ളതാണ് വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്കിന്റെ എസ്റ്റിമേറ്റ് പ്രകാരം ഇന്ത്യ എന്ന് പറയുന്നത് എമർജിംഗ് 5 കൺട്രീസിന്റെ ഇടയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് തൊട്ട് മുമ്പ് നിൽക്കുന്നതാണ് ചൈന. കെയർഫുള്ളി മാനേജ് സ്ലോ ഡൗൺ കൺട്രീസ് വിത്തൗട്ട് ഗ്രോത്ത് ലൈക്ലി ടു മോഡറേറ്റ് ടു സ്റ്റിൽ റോബസ്റ്റ് 1.7% ഇൻ ദിസ് ഇയർ. അപ്പൊ ഏകദേശം 7.1% വളർച്ചയാണ് ഇന്ത്യ കാഴ്ചവെക്കാൻ പോകുന്നത് എന്നുള്ള ധാരണയിലാണ്, അസംഷനിലാണ് നമ്മൾ ഇപ്പൊ ഇരിക്കുന്നത്. അതേപോലെ തന്നെ 2005 കാലഘട്ടത്തിൽ നമുക്ക് 7.5 ഉണ്ട്. ഇപ്പൊ റീസെന്റ് പറയുന്ന ഏകദേശം 12.8%-ലാണ് അവർ എക്കണോമിക് ഗ്രോത്ത് കാഴ്ചപ്പെടുന്നത്. അതായത് ഡെവലപ്പിംഗ് കൺട്രീസ് ആയിക്കൊണ്ട് നമ്മളിപ്പോ ഡെവലപ്പിംഗിലോട്ട് പോയിന്റ് അണ്ടർ ഡെവലപ്പിൽ നിന്നും ഡെവലപ്ഡ് ആയേണ്ടിയാണ് ഈ മെയിൻ ഗ്ലോബൽ ആയിട്ടുള്ള ഗ്രോത്ത് കാണുന്നത്. ഫിനാൻഷ്യൽ ക്രൈസിസ് ഇല്ലാതെ നമുക്ക് എക്കണോമിയെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ it could be seen clearly from the above discussion that this gives an overall impact of Indian economic scenario, factors behind the favorable emerging market in India. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ വേൾഡ് ബാങ്കിന്റെ കൺസിഡറേഷനും അതേപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിന്റെ മെയിൻ റീസൺ കൊണ്ടാണ് ഇന്ന് ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത് ഒരു ബൂമിംഗ് സ്റ്റേജിലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പൊ ഇതാണ് സെക്കൻഡ് ചാപ്റ്റർ. മാക്സിമം നോട്ട് എല്ലാവരും ഇന്ന് തന്നെ കവർ ചെയ്ത്